ഫ്ലാഷ് ബാക്ക്. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശൻ പടങ്ങളിൽ പോലെ പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക. 1 hour later. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക് നരിവേട്ട. പിന്നീട് ടൊവിനോയുടെ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ്, അതൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ, അത് വല്ലാത്തൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിപ്പോയി. ഒരു മാറ്റവും ഇല്ലല്ലോ. ടൊവിനോയുടെ കുറെ കേസുണ്ട്. മൊത്തം ഒരു അയ്യഭാവം കളിയായിരുന്നു ടൊവിനോ ഇത്രയും സമയം. എനിക്ക് കുറച്ച് സമാധാനം. അതിനുശേഷം പിന്നെ പോലീസായി കഴിഞ്ഞപ്പോഴും ടൊവിനോ ഒരു ചക്കരമുത്തിലൊരു ദിലീപില്ലേ, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഒരു ഭയങ്കര ഇങ്ങനെ ചിണുങ്ങി ഒരു ചിണുങ്ങി അങ്ങനെയാണ് ടൊവിനോ മൊത്തത്തില്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? റൈറ്റിംഗ് തീരെ പോരാ. ടു ബി ഫ്രാങ്ക്, ഷാഹി കബീറിനെ പോലത്തെ ഒരു റൈറ്റിംഗ് ഒന്നും ഇല്ല. എന്താ എന്റെ ഉദ്ദേശം? കഴിഞ്ഞ എനിക്ക് ബെറ്റർ ആയിട്ട് ഈ റോള് കുറച്ചും കൂടെ ഒരു ടൈലർ മേഡായിട്ട് തോന്നുന്നത് ആസിഫിനാണ്. ഒരാളായിട്ട് ചുമ്മാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഭയങ്കര ലോ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് പോലീസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി ക്ലൈമാക്സോട് അടുപ്പിച്ചിട്ട് പടം ഒന്ന് ഹൈ ആയി. കുന്തിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. 2000 years later. കിടില സാധനം, അത് പറയാതെ വയ്യ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിടില സിനിമ, അതായത് ഓടിപ്പോയതേ അറിഞ്ഞില്ല. അയ്യോ, എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. ഈശ്വര, പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര പടമാണ്. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് വെച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഭീകര ടാസ്കുള്ള പരിപാടിയാണ്. നരിവേട്ട ആ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഇൻ മലയാളം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ശരി. അങ്ങനെ പവനായി ശവമായി